ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. അസർബൈജാനിലെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസം. ഇവിടെ ഗബാലയിലെ നുഹൂർ ഗബാല ഹോട്ടലിൽ നിന്ന് ആരംഭിക്കുന്നു. അസർബൈജാനിലെത്തുന്ന ഏകദേശം എല്ലാ വിനോദസഞ്ചാരികളും തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ് ഗബാല. ഞങ്ങളിപ്പോൾ ഉള്ളത് ഗബാലയിലെ തന്നെ പ്രധാന ആകർഷണ സ്ഥലമായ നുഹൂർ ലേക്കിനടുത്താണ്. നുഹൂർ ലേക്ക് ഗബാലയിലെത്തുന്ന എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം തന്നെയാണത്. നുഹൂർ ലേക്കിന് സമീപത്ത് തന്നെയുള്ള നുഹൂർ ഗബാല ഹോട്ടലിലാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ചത്. രാത്രിയിൽ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെയും നല്ല തണുപ്പുണ്ട്. ചെറിയ കാറ്റും മനസ്സിനും ശരീരത്തിനും കുളിര് പകരുന്ന സുന്ദരമായ ഒരു പ്രഭാതം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഞങ്ങൾ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. ഈ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് നുഹൂർ ലേക്കിന് സമീപത്ത് തന്നെ ഒരുക്കിയ മനോഹരമായ ഒരു പ്രദേശത്താണ്. വളരെ സുന്ദരമായി ഒരുക്കിയിട്ടുള്ള അതിമനോഹരമായ ഒരു ഉദ്യാനത്തിന് നടുവിലാണ് ആ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഇവിടുത്തെ കാഴ്ചകൾ എത്ര കണ്ടിട്ടും ഞങ്ങൾക്ക് മതിയായിരുന്നില്ല. വളരെയേറെ സമയം തന്നെ ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. അങ്ങനെ സുന്ദരമായ കാഴ്ചകൾ കണ്ട് നേരം പോയത് അറിഞ്ഞതേയില്ല. ഞങ്ങൾക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഇന്നിവിടെ ചിലവഴിക്കാനുള്ളൂ. അടുത്തടുത്തേക്ക് പോകേണ്ടതുണ്ട്. കോക്കസസ് പർവ്വതനിരകൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഗബാല പട്ടണം ചരിത്രപരമായും പ്രകൃതി സൗന്ദര്യത്താലും സമ്പന്നമായ ഒരു പ്രദേശമാണ് ഗബാല. ഒരു കാലത്ത് ഒക്കേഷ്യൻ അൽബേനിയൻ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഗബാല. കഴിഞ്ഞ ദിവസങ്ങളിലെ ഞങ്ങളുടെ യാത്രയുടെ സുന്ദരമായ ഓർമ്മകളും അവിസ്മരണീയമായ കാഴ്ചകളും ഇപ്പോഴും കണ്ണിൽ നിന്ന് മായുന്നില്ല. കഴിഞ്ഞ 2 വീഡിയോയിൽ അതൊക്കെ വളരെ വിശദമായി തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണാത്തവർക്കായി കഴിഞ്ഞ 2 ദിവസത്തെ വീഡിയോ ലിങ്ക് ഇതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർക്ക് അതും കൂടി കാണാവുന്നതാണ്. നുഹൂർ തടാകത്തിന് കരയിലെ ഈ കാഴ്ചകൾ എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. ഒരുപാട് സമയം ഞങ്ങളങ്ങനെ തടാകക്കരയിൽ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ചിലവഴിച്ചു. സുന്ദരമായ സ്വച്ഛമായ തടാകക്കരയിലെ ആ കാഴ്ചകൾ കണ്ട് അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. അസർബൈജാൻ സന്ദർശിക്കുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു പ്രദേശം തന്നെയാണ്. നിർബന്ധമായും സന്ദർശിക്കേണ്ട ഒരു പ്രദേശം തന്നെയാണ്, ഒരു സ്ഥലം തന്നെയാണ് നുഹൂർ ലേക്ക്. ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി. വളരെ രാവിലെ തന്നെ ആയതുകൊണ്ട് അത്ര തിരക്കൊന്നും കാണുന്നില്ല. അധികം ആളുകളൊന്നും എത്തി തുടങ്ങിയിട്ടില്ല. ഇതിന് സമീപത്തായി തടാകക്കരയിലായി ധാരാളം ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. നുഹൂർ ലേക്കിൽ നിന്ന് പിന്നീട് ഞങ്ങൾ പോയത് കാടിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റിസോർട്ടിലേക്കാണ്. കാടിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ലിറ്ററലി കാടിനുള്ളിൽ തന്നെയാണ്. കുറേ ദൂരം യാത്ര ചെയ്ത് എത്തിപ്പെട്ടൊരു സ്ഥലമാണ്. ഒരു റിസോർട്ടും റെസ്റ്റോറൻറ്റും ഒക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പ്രകൃതിയുടെ സൗന്ദര്യം അങ്ങേയറ്റം ആസ്വദിക്കാൻ കഴിയുന്ന, കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണിത്. കുറേ നേരം ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും ഒക്കെ ഞങ്ങൾ ഇവിടെ ചിലവഴിച്ചു. ഓരോ സ്ഥലത്തും എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ചിലവഴിക്കുന്ന സമയം പോകുന്നത് അറിയുകയില്ല. കുട്ടികളെ പോലെ ആഹ്ലാദത്തോടുകൂടി സന്തോഷത്തോടുകൂടി ചിലവഴിച്ച സമയങ്ങളായിരുന്നു.
നവംബർ മാസമാണിത്. നവംബർ അവസാനിക്കുന്നു, ഡിസംബർ തുടങ്ങുകയാണ്. മഞ്ഞുകാലത്തെ വരവേൽക്കാൻ വൃക്ഷങ്ങളെല്ലാം ഇല പൊഴിച്ചു ശിശിരകാലത്തെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ്. വളരെ ഏറെ ഹൃദ്യമായ ഒരു കാലാവസ്ഥയായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പിന്നീട് പോയത് ലാസ വില്ലേജിലേക്കാണ്. സ്വിറ്റ്സർലാൻഡിലെ സീനറികളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഞങ്ങൾ ലാസ വില്ലേജിൽ കണ്ടത്. എത്ര പറഞ്ഞാലും മതി വരാത്ത, എത്ര കണ്ടാലും മതി വരാത്ത സുന്ദരമായ കാഴ്ചകളായിരുന്നു ലാസ വില്ലേജിൽ ഞങ്ങളെ വരവേറ്റത്. ചിത്രങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ഞങ്ങൾ അവിടെ കണ്ടത്. ലാസ ഗ്രാമം അസർബൈജാനിലെ ഗബാല ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു പർവ്വത ഗ്രാമമാണ്. ഗ്രേറ്റർ കോക്കസസ് മലനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1300 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം അതിൻ്റെ പ്രകൃതി ദൃശ്യങ്ങളും സാംസ്കാരിക പൈതൃകവും കൊണ്ട് സമ്പന്നമാണ്. അടുത്ത ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. അടുത്തതായി ഞങ്ങൾ പോകുന്നത് ഗബാലയിലെ കേബിൾ കാറിൽ കയറാനാണ്. ഗബാലയിലെ തുഫാൻദാഗ് മലനിരകൾക്ക് സമീപത്താണ് കേബിൾ കാർ സ്ഥിതി ചെയ്യുന്നത്. താഴെ നിന്ന് മലയടിവാരത്തിൽ നിന്ന് ഏകദേശം 1600 മുതൽ 1900 മീറ്റർ ഉയരെ വരെയാണ് ഈ കേബിൾ കാർ ഒരുക്കിയിട്ടുള്ളത്. കേബിൾ കാറിൽ കൂടി നമുക്ക് പോകാൻ കഴിയുന്നത്. അവിടേക്ക് യാത്ര ചെയ്യാനായി, കേബിൾ കാറിൽ കയറാനായി പ്രത്യേക പാസ് വേറെ തന്നെ നമ്മൾ വാങ്ങേണ്ടതുണ്ട്. അതിന് മലയുടെ താഴ്വാരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന എൻട്രൻസിൽ നിന്ന് വാങ്ങാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പേയ്മെൻറ്റ് ക്രെഡിറ്റ് കാർഡ് വഴിയോ നമ്മുടെ കയ്യിൽ കാർഡ് ഉണ്ടെങ്കിൽ കാർഡോ അല്ലെങ്കിൽ ക്യാഷോ കൊടുത്ത് ടിക്കറ്റ് വാങ്ങാവുന്നതാണ്. താരതമ്യേന ടിക്കറ്റ് നിരക്ക് കുറച്ച് കൂടുതലാണ്. എന്നിരുന്നാലും കേബിൾ കാർ യാത്ര ഒഴിവാക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ്. നമ്മളത് നിർബന്ധമായും യാത്ര ചെയ്യേണ്ടത് തന്നെയാണ്. കേബിൾ കാറിലൂടെയുള്ള യാത്ര ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഓർമ്മ നമുക്കെല്ലാവർക്കും സമ്മാനിക്കുന്നു. ഏകദേശം 10 മിനിറ്റോളമാണ് കേബിൾ കാറിലൂടെയുള്ള ഈ യാത്ര. യാത്രയിലുടനീളം നാം കാണുന്ന സുന്ദരമായ കാഴ്ചകൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത യാത്രാനുഭവം തന്നെയാണ്. മുകളിലേക്കുള്ള ഈ യാത്രയിൽ നാം കാണുന്ന സുന്ദരമായ താഴ്വരകളുടെയും മലഞ്ചെരുവുകളുടെയും കാഴ്ച ഒരിക്കലും കണ്ണിൽ നിന്ന് മായുകയില്ല. ഈ യാത്ര വല്ലാത്തൊരു അനുഭൂതിയാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. നോക്കൂ, മാനത്തേക്ക് നടന്നു കയറുന്ന ഒരു
പ്രതീതി അല്ലേ? മാനത്തേക്ക് നടന്നു കയറുന്നത് പോലെയുള്ള ഒരു യാത്ര. ഓ, എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും എത്ര വിശദീകരിച്ചാലും മതിയാവാത്തത്ര സുന്ദരമായ ഓർമ്മകൾ സമ്മാനിച്ച ഈ യാത്രയായിരുന്നു ഇത്. കേബിൾ കാർ യാത്രയുടെ അവസാനം ഞങ്ങൾ എത്തിച്ചേർന്നത് മലമുകളിലാണ്. കേബിൾ കാർ യാത്രയുടെ അവസാനത്തെ സ്റ്റോപ്പ് മലയുടെ മുകളിലാണ്. അവിടെ വിശ്രമിക്കാനായി പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു കഫേയും മറ്റുമൊക്കെ ഉണ്ട്. നോക്കൂ, ആ കാണുന്നത് ആ മഞ്ഞു മൂടി കിടക്കുന്ന മലനിരകൾ എത്ര സുന്ദരമാണല്ലേ! അത് കോക്കസസ് പർവ്വത നിരകളാണ്. ഇപ്പോൾ തന്നെ അവിടെ മുഴുവൻ മഞ്ഞു മൂടി കിടക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ വരേണ്ടത് ഡിസംബർ മാസത്തിലാണ്. അപ്പോഴുള്ള കാഴ്ചകളും അനുഭവങ്ങളും വ്യത്യസ്തം തന്നെയാണ്. മഞ്ഞു മൂടി കിടക്കുന്ന താഴ്വാരങ്ങളും മലഞ്ചെരിവുകളും കാണാൻ കഴിയും. നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശം ഉൾപ്പെടെ മുഴുവൻ മഞ്ഞിൽ മുങ്ങിക്കിടക്കുന്ന സമയമാണ് അത്. ജനുവരി ഫെബ്രുവരി മാസങ്ങളാണത്. ഡിസംബർ അവസാനവും മഞ്ഞ് ഇവിടെ ഉണ്ടാവുന്നതാണ്. ഇവിടുത്തെ മറ്റൊരു കാഴ്ച ഒരേ സമയം തന്നെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്ത ഗ്ലാസ് ബ്രിഡ്ജാണ്. കുറേയേറെ നേരം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. മലമുകളിലെ ആ കാഴ്ചകൾ എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. അങ്ങനെ അതൊക്കെ കണ്ട് ഒരുപാട് സമയം, വളരെ നേരം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. ഇനി മടക്കയാത്രയാണ്. താഴ്വാരത്തേക്ക്, മലയുടെ അടിവാരത്തേക്കുള്ള കേബിൾ കാർ എത്തിക്കഴിഞ്ഞു. ഇനി അതിൽ കയറി ഞങ്ങൾ താഴേക്ക് പോവുകയാണ്. അവിടെ ഞങ്ങളെ കാത്ത് ഞങ്ങളുടെ സുഹൃത്തും ഗൈഡും ഡ്രൈവറും ഒക്കെയായ സാമിർ കാത്തു നിൽക്കുന്നുണ്ട്. വീണ്ടും പറയുകയാണ്, കേബിൾ കാറിലൂടെയുള്ള ഈ യാത്ര അസർബൈജാനിലെത്തുന്ന ആരും തന്നെ മിസ്സാക്കാൻ പാടില്ലാത്ത, നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത, മസ്റ്റായി വിസിറ്റ് ചെയ്യേണ്ട, നിർബന്ധമായും സന്ദർശിക്കേണ്ട ഒരു പ്രദേശമാണ്, ഒരു സ്ഥലമാണ്. ഇനിയും വരണം എന്ന ആഗ്രഹത്തോടു കൂടി, ഇനിയും വരണം, മഞ്ഞുകാലത്ത് ആ കാഴ്ചകൾ കൂടി കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ താഴ്വരയിലെ താഴ്വാരത്തേക്ക് പോവുകയാണ്.
കേബിൾ കാറിൽ നിന്നുള്ള താഴേക്കുള്ള കാഴ്ചകൾ അതും ഒരു വ്യത്യസ്തമായ യാത്രാനുഭവവും കാഴ്ചകളും ഞങ്ങൾക്ക് സമ്മാനിച്ചു. വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ വരണമെന്ന ആഗ്രഹം അവശേഷിപ്പിച്ചുകൊണ്ട് ആഗ്രഹത്തോടുകൂടി ഞങ്ങൾ മടക്കയാത്ര തുടരുന്നു. ഇനി മടക്കയാത്രയാണ്. ഗബാലയിൽ നിന്ന് തിരികെ ബാക്കുവിലെത്തി ഇന്ന് രാത്രി ബാക്കുവിൽ സ്റ്റേ ചെയ്ത് അവിടെ നിന്ന് തിരികെ പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ പദ്ധതി. മടക്കയാത്രയിൽ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. ഗബാലയിൽ നിന്ന് ബാക്കുവിലേക്കുള്ള ഈ യാത്രയാണ്. വിശാലമായ സുന്ദരമായ കാഴ്ചകൾ, പരന്നു കിടക്കുന്ന നീണ്ട വിശാലമായ തോട്ടങ്ങളാണ് നമ്മളീ കാണുന്നത്. യാത്രയിലുടനീളം നമ്മൾ കണ്ടത് വിജനമായ വിശാലമായ ഒരുപാട് സ്ഥലങ്ങളാണ്. റോഡരികിലൂടെ ഞങ്ങളുടെ യാത്രാമധ്യം ഞങ്ങൾ കണ്ട സ്ഥലങ്ങൾ. അവിടെ നിന്ന് ഉൾഗ്രാമങ്ങളിലേക്ക് ഉള്ള ഒറ്റയടി പാതകളുമൊക്കെ കാണാൻ കഴിയും. കന്നുകാലികൾ മേഞ്ഞു കിടക്കുന്ന മേച്ചിൽപ്പുറങ്ങളും ഒക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടുള്ള ഈ യാത്ര തുടരുകയാണ്. ഈ കാണുന്നതൊക്കെ പലവിധ തോട്ടങ്ങളാണ്. പോകുന്ന വഴിയിലൊരിടത്ത് ഞങ്ങൾ കാർ നിർത്തി കാഴ്ചകൾ ഒപ്പിയെടുക്കാനും. യാത്രാമധ്യേ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയ ഒരു ഹോട്ടലിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. റോഡരികിലുള്ള ബാക്കുവിലേക്കുള്ള റോഡിന് സമീപത്തായി വളരെ മനോഹരമായി സജ്ജീകരിച്ച ഒരു ഹോട്ടലാണ്. അവിടെ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. യാത്ര തുടരുകയാണ് ഞങ്ങൾ. അങ്ങ് ദൂരെ ഒരു കൂട്ടം ആട്ടിൻപറ്റങ്ങളെ കണ്ടു. കൂടെ ഒരു ആട്ടിടയന്. വണ്ടി നിർത്തി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി കണ്ടു. അസർബൈജാനി ഭാഷയല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് വശമില്ലായിരുന്നു. കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് സംസാരിച്ചു. ഏകനായി നിന്ന ആ മനുഷ്യനോട് കുറേ മണിക്കൂറുകൾക്ക് ശേഷം സംസാരിക്കുന്ന, അല്ലെങ്കിൽ കുറേ നേരത്തിന് ശേഷം ഏറെ നേരത്തിന് ശേഷം കണ്ടുമുട്ടുന്ന മനുഷ്യൻ ഞങ്ങളാണെന്ന് തോന്നി. വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളോട് സംസാരിച്ചു. അദ്ദേഹത്തിന് അറിയുന്ന ഭാഷയിൽ ഞങ്ങളോട് സംസാരിച്ചു. ഫോട്ടോയൊക്കെ എടുത്തു. അവിടെ നിന്ന് തിരിഞ്ഞു. വീണ്ടും യാത്ര തുടരുകയാണ്. സാമിർ വളരെ സന്തോഷത്തിലാണ്. നല്ല എനർജറ്റിക് ആയ ആളായിരുന്നു. പാട്ടുപാടിയും ഡാൻസ് കളിച്ചുമൊക്കെ മുഴുവൻ സമയവും ഞങ്ങളോടൊപ്പം വളരെ ലൈവായി തന്നെ സമയം ചിലവഴിച്ചു. തീർച്ചയായും അദ്ദേഹത്തിനും നമ്മുടെ സഹവാസം, നമ്മളോടൊപ്പമുള്ള ഈ യാത്ര മറക്കാനാവാത്തത് തന്നെയാണ് എന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത്.
നേരം സന്ധ്യയോടടുത്തു. ഞങ്ങൾ ബാക്കുവിലേക്ക് എത്തിച്ചേരുകയാണ്. ഇപ്പോൾ രാത്രി ഏകദേശം 8 മണി കഴിഞ്ഞിട്ടുണ്ടാവണം. ബാക്കുവിൽ എത്തിച്ചേർന്നു. ഇന്ന് രാത്രി ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ബാക്കു നഗരത്തിലെ രാത്രി കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇനി നാളെ ബാക്കുവിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.